അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം പിൻപറ്റിയിരുന്നു എന്ന് അറിയിക്കുന്ന ഒരു സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. ഇമാം നിന്നുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചെരുപ്പ് അഴിക്കുകയുണ്ടായി. ഇത് കണ്ട വേളയിൽ സഹാബിമാരെല്ലാവരും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് അഴിച്ചതുകൊണ്ട് അതാ സഹാബിമാരും ആ ചെരുപ്പ് അഴിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചത്? നിങ്ങൾ എന്ത് കാരണത്താലാണ് ചെരുപ്പഴിച്ചത്? റസൂലേ മറുപടി പറയുകയാണ് സഹാബിമാർ, റസൂലേ അങ്ങിതാ ചെരുപ്പഴിക്കുന്നത് കണ്ടു, അതുകൊണ്ട് നമ്മളും അഴിച്ചു എന്ന് സഹാബിമാർ മറുപടി പറയുകയാണ്. റസൂൽ പറഞ്ഞു, ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് അറിയിച്ചു നിങ്ങളുടെ ചെരുപ്പിനുമേൽ ഒരു നജസുണ്ട്, അത് അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ചെരുപ്പ് ഊരി വെച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയുണ്ടായി. സഹോദരങ്ങളെ നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു സഹാബിമാരെന്നുള്ളത്. നമ്മൾ വെറുതെ വാദിച്ചതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, ഇതാ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എവിടെ സഹോദരങ്ങളെ റസൂലിന്റെ സ്നേഹം നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ. എവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായതുപോലുള്ള താടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു. എവിടെ നിന്റെ മുഖത്ത് താടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലായിരുന്നു. എവിടെ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ വക്തിനും ജമാഅത്തായി നിസ്കരിച്ചവരായിരുന്നു. എവിടെ നിന്റെ നിസ്കാരം? എന്താണ് നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കുക. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവനാണോ ഞാൻ, അല്ല മറ്റുള്ളവരെ പോലെ വെറും വാദിക്കുന്നവൻ മാത്രമാണോ എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്.